മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 73-ാം സങ്കീർത്തനം 28-ാം തിരുവചനം. എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകനായ ആസാഫിൻ്റെ വ്യക്തിപരമായ അനുഭവമാണിത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം. ഇതെത്ര വലിയൊരു വെളിപ്പെടുത്തലാണ്. സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ മാത്രമുള്ളൊരു കാര്യമല്ല ഇത്. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകുവാൻ, നമ്മുടെ ജീവിതങ്ങൾ അധികമായി കർത്താവിൻ്റെ കൃപയിൽ വളരുവാനുള്ള രഹസ്യം എന്താണ്? നമ്മൾ എന്തുമാത്രം കർത്താവിനോട് ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുകയാണ്. ഈ ഒരു ചിന്ത ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉറച്ച നിലപാടായി ഈ വചനം മാറണം. ദൈവമായ കർത്താവിലല്ലാതെ ലോകസുഖങ്ങളിലോ ലോകത്തിന് വ്യാപാരങ്ങളിലോ ഞാൻ ആനന്ദം കണ്ടെത്തുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പെന്തക്കോസ്ത് തിരുനാൾ മെയ് 31 സാർവത്രിക സഭയിൽ ആഘോഷിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയിൽ ശക്തിപ്പെടുവാനായി, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നമ്മളെല്ലാം പൂരിതമാകുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തിപരമായ അനുഭവം നമുക്കെല്ലാവർക്കും ലഭ്യമാകുവാൻ ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളെയും വിട്ടുകളഞ്ഞേ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കോസ്ത് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക്, ഞങ്ങളുടെ സഭാ സമൂഹത്തിന്, ലോകം മുഴുവനിലും പെന്തക്കോസ്തയുടെ തീ കത്തി പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണിത്. ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരിലെല്ലാം ഈ അഭിഷേകത്തിൻ്റെ തീ കർത്താവ് സമൃദ്ധമായി കൊടുക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കോസ്ത്, ഒരു പുതിയ പെന്തക്കോസ്ത് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ. പെന്തക്കോസ്തയുടെ ശക്തിയാൽ, പെന്തക്കോസ്തയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മ അനുഭവത്താൽ, പരിശുദ്ധാത്മ അനുഭവത്താൽ, പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്താൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്താൽ, കർത്താവേ, കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ലോകം മുഴുവനിലും, ലോകം മുഴുവനിലും പെന്തക്കോസ്തയുടെ തീ പടരട്ടെ, പെന്തക്കോസ്തയുടെ തീ പടരട്ടെ. സാർവത്രിക സഭയിൽ, സാർവത്രിക സഭയിൽ പെന്തക്കോസ്തയുടെ ശക്തി വെളിപ്പെടട്ടെ, പെന്തക്കോസ്തയുടെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ പെന്തക്കോസ്തയ്ക്കായി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. ഇന്ന് സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന പുതിയ പെന്തക്കോസ്തയാണ്. ഈ വലിയ ബോധ്യത്തോടെ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധി ഞങ്ങൾക്ക് തരണമേ, പരിശുദ്ധാത്മ അനുഭവം ഞങ്ങൾക്ക് തരണമേ, പെന്തക്കോസ്തയുടെ ശക്തിയാൽ ഞങ്ങളേവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമടിച്ച് എല്ലാം മറന്ന്
വലിയ ആനന്ദത്തോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പെന്തക്കോസ്തയുടെ ശക്തിയായി, പെന്തക്കോസ്തയുടെ തീയായി ഞങ്ങളിൽ കത്തണമേ, ഞങ്ങളിൽ പടരണമേ. പെന്തക്കോസ്ത പെന്തക്കോസ്ത വരവായി പുതു പെന്തക്കോസ്ത. എല്ലാവരും ചേർന്ന് വരവായി പുതു പെന്തക്കോസ്ത. പെന്തക്കോസ്ത പെന്തക്കോസ്ത നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. പെന്തക്കോസ്ത പെന്തക്കോസ്ത നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. സ്വർഗം പരിശുദ്ധാത്മ സമൃദ്ധി ഞങ്ങൾക്ക് തരണമേ. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പൂ നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. ആമേൻ. ലോകം മുഴുവനിലും സാർവത്രിക സഭയിൽ പുതിയ പെന്തക്കോസ്ത വെളിപ്പെടേണ്ട പരിശുദ്ധാത്മാവേ. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ നിറയണമേ. സ്നേഹത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് എന്നിൽ നിറയണമേ. അഗ്നിയായി തീ കാറ്റായി നിറയണമേ, എന്നിൽ നിറയണമേ. അനുഭവം, കാറ്റിന്റെ അനുഭവം നമുക്ക് ലഭ്യമാകട്ടെ. എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ എല്ലാം മറന്ന് വിളിച്ചേ പരിശുദ്ധാത്മാവേ. നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീ കാറ്റായി നിറയണമേ, എന്നിൽ നിറയണമേ. ആമേൻ. ഗ്ലോറി കാറ്റായി നിറയണമേ, എന്നിൽ നിറയണമേ. നിറയണമേ, എന്നിൽ നിറയണം. എല്ലാവരും ചേർന്ന് ആഗ്രഹിച്ച് കർത്താവിനോട് പറഞ്ഞേ. നിറയണമേ, എന്നിൽ നിറയണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ, പെരുവെള്ളത്തിൽ ഇരുമ്പലോടെ, ഹൃദയം തുറന്ന് അതരം തുറന്ന് ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു പെന്തക്കോസ്ത് അനുഭവത്തിനായി, പെന്തക്കോസ്തയുടെ ശക്തി നിറയപ്പെടുവാൻ, പെന്തക്കോസ്തയുടെ തീ ലോകം മുഴുവൻ കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഉണർവോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിത്യ സഹായകനെ, സർവാധിപ സർവശക്തനുമായ പരിശുദ്ധാത്മാവേ, വരിക വരിക വരിക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പെന്തക്കോസ്തയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ശിഷ്യ സമൂഹത്തിന്റെ മേൽ കാറ്റിന്റെ അനുഭവമായി, തീ അനുഭവമായി അങ്ങിറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, സാർവത്രിക സഭയിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ശക്തിയോടെ ഇറങ്ങി വരണമേ. സകല പ്രതിബന്ധങ്ങളെയും തകർക്കണമേ, എല്ലാ കെട്ടുകളെയും പൊട്ടിക്കണമേ, പൈശാചികാധിപത്യങ്ങളെ ഛിന്നഭിന്നമാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വരിക വരിക പരിശുദ്ധാത്മാവേ, സഭ ഏറ്റെടുക്കണമേ, സഭ അവിടുന്ന് നിയന്ത്രിക്കണമേ. തിരുസഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അവിടുന്ന് പൊട്ടിച്ചു കളയണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. 2020 മെയ് 31 സാർവത്രിക സഭയിൽ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വലിയ അനുഭവമാക്കി അവിടുന്ന് മാറ്റണമേ. പെന്തക്കോസ്ത് ആത്മീയതയാൽ സഭ മുഴുവനെയും നിറയ്ക്കണമേ. പരിശുദ്ധമ്മേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെ, ഞങ്ങളെല്ലാവരും പെന്തക്കോസ്തയുടെ ശക്തിയിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ
അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. പെന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാ നന്മകളും ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. നാളുകളായി പെന്തക്കുസ്ത തിരുനാളിനായി നമ്മൾ ഏറ്റവും ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. വിശുദ്ധനായ ജോൺ 23-ാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് സഭയിൽ വിളിച്ചു കൂട്ടുന്നതിന് മുൻപ് മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പെന്തക്കുസ്തയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ. ഈ പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയാണ്, എന്നാൽ വലിയ ശക്തി ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പെന്തക്കുസ്തയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ. ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകിയ പലവിധ നവീകരണ മുന്നേറ്റങ്ങളുണ്ട്. ഈ മുന്നേറ്റങ്ങളിൽ ഏറ്റവും ശക്തമായൊരു മുന്നേറ്റമായിരുന്നു കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം. ഞാനും നിങ്ങളും ഈ നാളുകളിൽ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. സഭ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന പുതിയ പെന്തക്കുസ്തയാണ്. നമ്മുടെ കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സമൂഹങ്ങൾക്കും ലോകം മുഴുവനും ഇന്ന് ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന നവമായ പെന്തക്കുസ്തയാണ്. പെന്തക്കുസ്തയുടെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നേ ദിവസം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പെന്തക്കുസ്ത നമുക്കെന്താണ് പ്രദാനം ചെയ്യുന്നത്. പെന്തക്കുസ്ത നമുക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാം തിരുവചനം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യ സമൂഹം 10 ദിവസമായി അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പെന്തക്കുസ്ത ദിവസം സമാഗതമായപ്പോൾ നാം വചനത്തിൽ കണ്ടതുപോലെ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ്. 3 അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ശിഷ്യ സമൂഹത്തിൽ നൽകി. ഒന്നാമത്തെ അനുഭവം കാറ്റിൻ്റെ അനുഭവമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:2 പറയുന്നു, കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശക്തമായ ആരവമുണ്ടായി. അതിഭയങ്കരമായൊരു ആരവം മുഴങ്ങുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം, കാറ്റിൻ്റെ അനുഭവം. 2:3 നമ്മൾ കാണുന്നു, തീനാവുൽ രൂപത്തിൽ ദൈവത്തിൻ്റെ അരൂപി അവരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ ഓരോരുത്തരും കാണുകയാണ്. ഫയർ എക്സ്പീരിയൻസ് ആണ്, തീ അനുഭവമാണ്. 3 നമ്മൾ കണ്ടു, ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പുതുഭാഷകൾ, അന്യഭാഷകൾ പരിശുദ്ധാത്മാവ് ശിഷ്യ സമൂഹത്തിൽ നൽകുകയാണ്. ആഴമേറിയ പെന്തക്കുസ്ത അനുഭവം, പരിശുദ്ധാത്മ അനുഭവം ശിഷ്യന്മാർക്കുണ്ടാവുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു അനുഭവമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് വെറും ഒരു എക്സ്റ്റസി അല്ല, ഒരു ഉന്മാദമായ ഒരു ആവേശത്തിമിർപ്പായി അവസാനിക്കേണ്ട ഒന്നല്ല ഈ പെന്തക്കുസ്ത അനുഭവം. നമ്മുടെ അവസാന ശ്വാസം വരെ കർത്താവിനോടും സഭയോടും വിശ്വസ്ത പുലർത്തി പരിശുദ്ധാത്മാവിനെ
അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഈ പെന്തക്കോസ്തയുടെ ശക്തിയാണ് നമുക്കിന്ന് ആവശ്യം. ഇത് ആഴത്തിലുള്ള ഒരു നിലനിൽപ്പാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37 മുതൽ 47 വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം. പെന്തക്കോസ്ത എന്താണ് അവർക്ക് പ്രദാനം ചെയ്തത്? പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ, പെന്തക്കോസ്തയോട് ബന്ധപ്പെട്ട് നൂറുകണക്കിന് മെസ്സേജ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന് എന്താണ് നമ്മോട് പറയാനുള്ളത്? പെന്തക്കോസ്ത എന്താണ് നമുക്ക് നൽകുന്നത്? പെന്തക്കോസ്ത നമുക്ക് തരുന്ന ഒന്നാമത്തെ കാര്യം അടിസ്ഥാന മാനസാന്തരമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37 വചനം. പരിശുദ്ധാത്മ ശക്തിയോടെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ നിർമ്മലമായ സുവിശേഷം പത്രോസ്ലീഹ പ്രസംഗിക്കുകയാണ്. ഈ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർക്കെല്ലാം എന്താ സംഭവിച്ചത്? വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. അവർക്ക് വലിയ മാനസാന്തരം ഉണ്ടാവുകയാണ്, ഹൃദയനുറുക്കമുണ്ടാവുകയാണ്. അവർ ഹൃദയ തകർച്ചയോടെ പത്രോസിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ആഗ്രഹിക്കുന്ന മാനസാന്തരം. പെന്തക്കോസ്തയുടെ ശക്തി നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മാനസാന്തരമാണ്. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും മാനസാന്തരത്തിൻ്റെ ജീവിതമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മാനസാന്തരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ആരും മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ കർത്താവായ യേശുവിന് നിത്യമായ രക്ഷ ലഭിക്കണം, ഞങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകണം, ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയിൽ വളരണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് മറുപടിയായി പത്രോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ അവിടെ എടുത്തെടുത്ത് പറയുകയാണ്. 2-ാം അധ്യായം 41 വചനത്തിലോട്ട് വരണം. അവൻ മറ്റു പല വചനങ്ങളാൽ അവർക്ക് സാക്ഷ്യം നൽകി. അവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോടുകൂടെ ചേർക്കപ്പെട്ടു. 3000-ഓളം പേർ മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന് മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെടുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നിടത്തെല്ലാം ആഴമേറിയ മാനസാന്തരങ്ങൾ സംഭവിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, സഭയെ പടുത്തുയർത്തുവാൻ, സഭയെ നവീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകിയ വലിയ വരദാനമായിരുന്നു കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം. ഈ മുന്നേറ്റത്തിലൂടെ ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിലേക്ക് നയിച്ചു. എത്രയെത്രയോ ജീവിതങ്ങൾ കഠിന പാപത്തിലും മ്ലേച്ഛതയിലും ജീവിച്ച എത്രയോ ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തി. അവരുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ സഭയ്ക്കും പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്തിയതായി എത്രയെത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പെന്തക്കോസ്ത് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം മാനസാന്തരമാണ്. അപ്പോസ്തല പ്രവർത്തനം 17:30 ദൈവത്തിന് വചനം പറയുന്നുണ്ട്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ഇപ്പോൾ മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 2020 പെന്തക്കോസ്ത് തിരുനാളിൽ ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കേണ്ടത്, നമ്മുടെ കൂട്ടായ്മയിൽ സംഭവിക്കേണ്ടത്. എവിടെയൊക്കെ വെച്ച് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു. ഹൃദയ തകർച്ചയോടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ അനേകം മാനസാന്തരങ്ങൾ സഭയ്ക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ മാനസാന്തരത്തിന് ജീവിതം നയിക്കുവാൻ കൃപ നൽകി ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ പെന്തക്കോസ്ത് തിരുനാളിൽ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അത്താഴ സുവിശേഷം 11:20 നമ്മൾ കാണുന്നുണ്ട്, യേശു താൻ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച
പട്ടണങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ലക്ഷ്യമെന്താ? മാനസാന്തരമാണ്. കർത്താവ് നമുക്ക് നൽകുന്ന ഭൗതിക നന്മകളുടെ ലക്ഷ്യമെന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മാനസാന്തരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് നമുക്ക് തരുന്നത് ഈ മാനസാന്തരത്തിൻ്റെ കൃപയാണ്. ആദ്യ പെന്തക്കോസ്തിൽ ഇതാണ് സംഭവിച്ചത്. 3000-ഓളം പേര് മാനസാന്തരപ്പെട്ട് അവർ സ്നാനമേറ്റ് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു. രണ്ടാമത് എന്താ പെന്തക്കോസ്ത് നമുക്ക് തരുന്നത്? ചിട്ടയായ വിശ്വാസ ജീവിതമാണ്. ഇതെവിടെയൊക്കെ നമുക്ക് പല ഡിസോർഡറുകളുണ്ട്. പല കാര്യങ്ങളും ക്രമത്തിലല്ല പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെല്ലാ കാര്യവും ഉചിതമായും ക്രമമായും ചെയ്യും. നമുക്കിന്ന് എവിടെയൊക്കെ ക്രമം നഷ്ടപ്പെട്ടു പോയി. ചിട്ടയായ ഒരു ആത്മീയ ജീവിതം പരിശുദ്ധാത്മ നമുക്ക് തരികയാണ്. ആദ്യ പെന്തക്കോസ്തിൽ ഇതാണ് സംഭവിച്ചത്. അപ്പോസ്തല പ്രവർത്തനം 2:43 വരിക. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവം പങ്കെടുത്തു. ഇത് സഭയുടെ ആരാധനക്രമമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് വചനം പറയാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനം ഇതെന്താണ്? ഇതാണ് വചന ശുശ്രൂഷ. ദൈവത്തിൻ്റെ വചനത്തോട് വലിയ ആവേശവും ആഗ്രഹവും സ്നേഹവും അവർക്കുണ്ടാവുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾക്കായി അവർ താല്പര്യപൂർവ്വം കടന്നു വരികയാണ്. യാക്കോബിന് ലേഖനം 1:21 പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയുമെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ വചന ശുശ്രൂഷകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സത്യവചനങ്ങൾ, സഭയുടെ പ്രബോധനങ്ങൾ, വിശ്വാസ സത്യങ്ങൾ, ദൈവജനത്തിൻ്റെ മർമ്മങ്ങൾ, ഇത് കേൾക്കുവാനും സ്വന്തമാക്കുവാനും നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടാവണം. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്നത് അപ്പം മുറിക്കലാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി വിശുദ്ധ കുർബാന ഇന്ന് സാധ്യമല്ലാതായിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിതമാകുവാൻ. എന്നാൽ ഈ നാളുകളിലും പരിശുദ്ധ കുർബാനയുള്ള ഭക്തിയും സ്നേഹവും നമ്മൾ അധികമായി വർദ്ധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:54 പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. കർത്താവിൻ്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. അതിന് അഭിനിവേശമുണ്ടാകണം. അവർക്ക് നിത്യജീവനുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മൂന്നാമത് കൂട്ടായ്മയാണ്. എബ്രായ പുസ്തകം 10:27 വചനം പറയുന്നുണ്ട്, നമ്മുടെ സഭായോഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കരുത്, ദൈവജനം ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, മറ്റു പല വിധത്തിലുള്ള കൂട്ടായ്മകൾ, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കണമെന്ന് വചനം പഠിപ്പിക്കുക. കൂട്ടായ്മയുടെ അനുഭവം, ലോകത്തിന് കൂട്ടായ്മ എന്നുള്ള ആ പദവും അതിൻ്റെ അർത്ഥവും നൽകിയത് ക്രൈസ്തവരാണ്. ഒരു സംശയം വിചാരിക്കേണ്ട. ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളരുകയാണ്. നിങ്ങളതിനും അടുത്ത് വരുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് വേദപുസ്തകം പറയുന്നത്. നാലാമത് പ്രാർത്ഥനയാണ്. അനുദിനം പ്രാർത്ഥിക്കുവാൻ അവർ വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12:5 പറയുന്നുണ്ട്, സഭ മുഴുവൻ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആദ്യമ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അവർ ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചിട്ടയായ വിശ്വാസ ജീവിതം. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നമ്മൾ പെന്തക്കോസ്തിക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അനോയിൻറ്റിംഗ് ആണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അത് വെറും ഒരു വൈകാരിക അനുഭവമായി മാത്രം ഒതുങ്ങി നിൽക്കാതെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വാസത്തിലുള്ള വളർച്ചയും ചിട്ടയായൊരു വിശ്വാസ ജീവിതത്തിലേക്കും പെന്തക്കോസ്ത് നമ്മളെ നയിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി ഇതാണ്. മൂന്നാമത്
എന്താണ് അവർക്ക് പെന്തക്കോസ്ത് പ്രദാനം ചെയ്തത്? ദൈവഭയമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:43 പറയാണ്, എല്ലാവരിലും ഭീതി ഉളവായി. ഈ ഭീതി എന്താണ്? പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയമാണോ? അത് വലിയ ഇടിവെട്ട് ആ ഭയമാണോ? ചില വ്യക്തികളെ കാണുമ്പോഴുള്ള പേടി, അത് സ്വാഭാവിക ഭയമാണ്. ഇവിടെ പറയുന്നത് ഈ ഭീതിയല്ല, ദൈവഭയം. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധമാണ് ദൈവഭയം. കർത്താവിനോടുള്ള റെവറൻസ്, ഭയഭക്തി, ആദരവ്, കർത്താവിൻ്റെ പരിശുദ്ധി, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ മഹത്വം, ആ റെവറൻസ്. ഈ റെവറൻസ് ആർക്കെല്ലാം ഉണ്ടോ അവർ വിശുദ്ധിയോടെ ജീവിക്കും. ഇന്ന് ഈ ലോകത്തിൻ്റെ സകലവിധ അധപതനത്തിനുള്ള പ്രധാന കാരണം ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നിടത്തെല്ലാം ദൈവഭയമുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മ ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. യെശയ്യാ പ്രവചനം 11:2 പറയുന്നുണ്ട്, ദൈവഭയത്തിൻ്റെ ആത്മാവ്. ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിൻ്റെ ആത്മാവായി ഞങ്ങളുടെ മക്കളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിൻ്റെ ആത്മാവായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ, കൂട്ടായ്മകളിൽ നിറയണമേ, ലോകം മുഴുവനിലും നിറയണമേ. ദൈവഭയം എവിടെയുണ്ടോ അവിടെ വിശുദ്ധീകരണത്തിൻ്റെ, വിശ്വസ്തതയുടെ, സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, ദൈവകൃപയുടെ ജീവിതമുണ്ടെന്ന് വേദപുസ്തകം ശക്തമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. പെന്തക്കോസ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള കൃപയാണ് പ്രിയപ്പെട്ടവരെ. വെളിപാടിൻ്റെ പുസ്തകം 14:7 നമ്മൾ കാണുന്നുണ്ട്, ഈ കാലം എപ്രകാരമുള്ള കാലമാണ്. യോഹന്നാൻസിലേക്ക് കാണുകയാണ്, മധ്യാകാശത്ത് പറക്കുന്നൊരു ദൂതൻ. ആ ദൂതൻ എന്താ വിളിച്ചു പറയുന്നത്? നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുക, ദൈവഭയത്തോടെ ജീവിക്കേണ്ട കാലമാണെന്ന് ദൂതൻ വിളിച്ചു പറയുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാവിധ മലിനതകളിൽ നിന്നും നാം നമ്മളെ തന്നെ വിമോചിപ്പിച്ച് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ട സമയമാണ്. പെന്തക്കോസ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഈ ഒരു ജീവിത ശൈലിയാണ്, ദൈവഭയത്തിൻ്റെ ജീവിതം. സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധാത്മ സഭയ്ക്കെതിരെ ഉണർവുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, എവിടെയെല്ലാം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി വെളിപ്പെട്ടു അവിടെയെല്ലാം ദൈവത്തിൻ്റെ ജനം ദൈവഭയത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുന്നതാണ്. നമ്മൾ ദൈവഭയത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ആഴമേറിയ അനുതാപം ഉണ്ടാവുകയാണ്, പാപബോധമുണ്ടാവുകയാണ്, സകല പാപത്തിന് വെരിക്കുത്തിൽ വിട്ടുപേക്ഷിക്കുവാനുള്ള ദൃഢനിശ്ചയമുണ്ടാവുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ ക്രമപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവസ്നേഹത്തിന് കുടുംബങ്ങളായി രൂപാന്തരപ്പെടുകയാണ്. ഈ മാറ്റമെല്ലാം ആരാ തരുന്നത്? ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പെന്തക്കോസ്ത് തിരുനാളിനായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഈ ഒരു അനുഭവത്തിന് വേണ്ടിയായിരിക്കും നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, മാനസാന്തരത്തിന് കൃപ തരണമേ. കർത്താവേ, ചിട്ടയായ വിശ്വാസ ജീവിതം നയിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. കർത്താവേ, ദൈവഭയത്തിൽ ജീവിക്കുവാൻ, വളരുവാൻ എന്നെ സഹായിക്കണമേ. യഥാർത്ഥ പെന്തക്കോസ്ത് ഈ ഒരു അനുഭവത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ആദിമസഭയിൽ ശിഷ്യ സമൂഹത്തിന് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായപ്പോൾ അവർക്ക് പരിശുദ്ധാത്മം നൽകിയത് ഈ അനുഭവങ്ങളായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പെന്തക്കോസ്ത് തിരുനാൾ ആശംസിക്കുകയാണ്. 2020 ഈ പെന്തക്കോസ്ത് നമുക്കൊരു പുതിയ അനുഭവമായി, ഉണർവായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ അനേകരുടെ പങ്കുവയ്ക്കണം. ഈ വചന ശുശ്രൂഷയുടെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുകയാണ്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വ